ജോബ് ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എന്താ ചെയ്യേണ്ടേ, എങ്ങോട്ടാ പോവേണ്ടേ, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, ഞാൻ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുമാത്രമല്ല ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, അവരെന്നെ ഇഷ്ടപ്പെടുമോ, എനിക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെ 1000 ചോദ്യമാണല്ലേ. ടോട്ടൽ കെയോസ് ആണ് നമ്മുടെ ആ സമയം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് കാമായിട്ട് ഇന്ന് നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് ഒരു പ്രോപ്പറായിട്ട് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ളത്. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു വേക്കൻസി ഉണ്ട്, അവിടേക്ക് ഒരാളെ ഹയർ ചെയ്യണം. ആ ഒരു സമയത്ത് ഒരുപാട് പേര് വരുന്നു, അതിൽ നിന്ന് ബെസ്റ്റ് ആ ഒരു സ്യൂട്ടബിൾ പൊസിഷന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 ആവശ്യക്കാരുണ്ട്, ഇന്റർവ്യൂവറും അതെ ഇന്റർവ്യൂവും അതെ, നിങ്ങൾ 2 പേർക്കും ഒരേ ആവശ്യം തന്നെയാണുള്ളത്. അപ്പോൾ അത് ആദ്യം നമ്മളെ മൈൻഡിൽ ഉറപ്പിക്കുക. ദെൻ നല്ല സമാധാനമായിട്ട് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബിഫോർ ദ ഇന്റർവ്യൂ നിങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർ പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ആണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ റെഡിയാക്കുക. നിങ്ങൾ ചെയ്തിട്ടുള്ള കോഴ്സസ്, നിങ്ങളുടെ സ്കിൽസ് എല്ലാം എന്താണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജോബ് പ്രൊഫൈലിനനുസരിച്ചിട്ടുള്ള CV ആയിരിക്കണം അത്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏതൊരു കമ്പനിയാണോ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണോ നിങ്ങളെ ജോലിക്ക് വിളിച്ചിരിക്കുന്നത്, ഏത് വേക്കൻസിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി റിസർച്ച് നടത്തുക. ഇപ്പോൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ പെർട്ടിക്കുലർ വിഷൻ എന്താണ്, അതുപോലെ മിഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അവർ ആ ഒരു മിഷൻ അല്ലെങ്കിൽ മിഷനെ പ്രോപ്പറായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ ടാലൻ്റ് ആയിട്ടുള്ളവരെ ആയിരിക്കും ഹയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഡോക്യുമെന്റേഷൻസ് എല്ലാം പ്രോപ്പർ ആണെന്നറിയാം. നിങ്ങൾ റെസ്യൂമിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി ഡോക്യുമെന്റഡ് ആയിരിക്കണം. ഒറിജിനൽ കോപ്പിയും അതോടൊപ്പം തന്നെ എപ്പോഴും കോപ്പീസ്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസും കൂടെ കയ്യിൽ കരുതേണ്ടതാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങളൊരു ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. സോ ഭയങ്കര ഗ്ലിറ്ററി സീക്വൻസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൗഡ് ആയിട്ടുള്ള പ്രിൻസ് ഉള്ളതോ ഒന്നല്ല, സെർട്ടിലായിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ഒന്ന് പുട്ടപ്പ് ചെയ്യുക, ടോട്ടലി മെസ്സി ആയിട്ട് ഇടാതെ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെയൊന്നും നടക്കാതെ ക്ലീൻ നീറ്റ് ലുക്ക് തരുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ആക്സസറീസും ഭയങ്കര ബ്ലിങ്കി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറീസ് ഒന്നും ഇടാതെ സ്റ്റഡ്സ് ആയിട്ടുള്ള ക്ലീൻ ആക്സസറീസ് ചൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ദ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി കഴിഞ്ഞു. ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർവ്യൂ ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്. കോൺഫിഡൻസും വാംത്തും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് വേണം. അതിനായിട്ട് പ്രീവിയസ്ലി തന്നെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട്. അതിനുശേഷം എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, ഒരു വാം സ്മൈൽ എപ്പോഴും മുഖത്ത് വേണം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആയിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. എന്താണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചോദിക്കുന്നത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് വളരെ റെസ്പെക്ട്ഫുള്ളി സോറി സർ അല്ലെങ്കിൽ പാർഡൺ ഐ ഡിഡ്ന്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട് വുഡ് യു റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ചോദിച്ച് അങ്ങനെ നിങ്ങളുടെ ആർട്ടിക്കുലേഷൻ വളരെ പ്രോപ്പറായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തേർഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഓക്കെ, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് ഈ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ പറയണം എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏത് ഇന്റർവ്യൂവിന് നമ്മൾ പോയി കഴിഞ്ഞാലും. ആ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു സ്ഥലത്ത് നമ്മൾ പോയാലും, ഏതൊരു ഇന്റർവ്യൂവിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് എന്തൊരു കാര്യത്തിന് വേണ്ടി പോയാലും സെൽഫ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒരു പ്രോപ്പർ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടോ, ഇത് ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഇന്റർവ്യൂ ആണ്, നിങ്ങളൊരു ഫ്രഷർ ആണോ, ഇതൊന്നും ഒരു ബാധകമല്ല. ഇഫ് യു ക്യാൻ പുട്ട് ഫോർവേഡ് കോൺഫിഡൻ്റ്ലി നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ പോർട്രേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അതാണ്. അതായത് ഇഫ് സപ്പോസ് നിങ്ങളൊരു 10 വർഷം കരിയർ ഗ്യാപ്പിലാണ്, അതായത് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ കരിയർ സ്വിച്ച് ചെയ്തു, കരിയർ ഗ്യാപ്പിന് ശേഷം ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കരിയർ ഗ്യാപ്പ് വന്നു അല്ലെങ്കിൽ ബ്രേക്ക് വന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് ഹായ് നിങ്ങളുടെ പേര് പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ 10 വർഷം കൂടുതലും എൻ്റെ പാഷനായിട്ടുള്ളത് എൻ്റെ കുട്ടികളെ വളർത്തുന്നതിനൊപ്പം തന്നെ
എൻ്റെ പാഷനായിട്ടുള്ള ഈ ഒരു ടീച്ചിങ് കോഴ്സിന് വേണ്ടിയിട്ട് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. എൻ്റെ ലൈഫിൽ വന്ന ഓരോ ചലഞ്ചസിനെയും, അതായത് പാരൻറ്റിങ് സമയത്ത് വന്ന ഓരോ ചലഞ്ചസിനെയും ഒരു ചൈൽഡ് സൈക്കോളജി പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കാനും അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനും അതെങ്ങനെയാണ് പ്രോപ്പർലി നമ്മുടെ സൊസൈറ്റിക്ക് ബെറ്റർ ആക്കാനുള്ള രീതിയിൽ ചാനലൈസ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പോർട്രേ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ? എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ജോലിക്ക് ശ്രമിക്കണം? അതിനാണ് നമ്മൾ നേരത്തെ നടത്തിയ റിസർച്ച് നമുക്കിവിടെ ഉപകാരപ്പെടുന്നത്. നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്താണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിളിച്ചിരുന്നത്, അവരുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, ഇതിനനുസരിച്ച് നിങ്ങൾ തക്കതായിട്ടുള്ള ഒരു ആൻസർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. സപ്പോസ് അവർക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രൊമോട്ട് ചെയ്തിട്ട് സ്ട്രെസ് ഫ്രീ ലേണിംഗ് ആണ് കുട്ടികൾക്ക് അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ ആ ഐഡിയോളജി ആയിട്ട് ഒരുപാട് മാച്ച് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഒരുപാട് അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാപനം തന്നെ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കെടുത്തത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഇനി തേർഡ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, വാട്ട് ഈസ് യുവർ ടീച്ചിങ് സ്റ്റൈൽ? നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്, നമുക്കെല്ലാവർക്കും ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടാവും. ചിലവർക്ക് സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ഏറ്റവും നന്നായിട്ട് വരിക, ചിലവർക്ക് നന്നായിട്ട് പാട്ടിലൂടെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, ചിലവർ നല്ല ഒറേറ്റർ ആയിരിക്കും, ചിലവർക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളെ കൈനറ്റിസ്റ്റിക്കലി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്റ്റൈൽ ഏതാണ്, ആ ഒരു സ്റ്റൈലിനെ എംഫസൈസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആ ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത്. ഏത് രീതിയിലുള്ള അപ്രോച്ചാണ്, ഏത് രീതിയിലാണ് ഏറ്റവും നന്നായിട്ട് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണോ അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് അപ്രോച്ചാണോ, ഏത് അപ്രോച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെയായിരിക്കും നിങ്ങളോട് മിക്കപ്പോഴും ഒരു ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ടാവുക. സോ എപ്പോഴും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ്റെ ഒപ്പം തന്നെ ഒരു ലെസൺ പ്ലാനും ടീച്ചിങ് എയ്ഡ്സും പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക. ഓൺ ദ സ്പോട്ട് അവർ ടോപ്പിക്ക് തരികയാണ് അല്ലെങ്കിൽ ക്ലാസ്സിലൊന്ന് പഠിപ്പിച്ച ഡെമോ കാണിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇത്രയും നാള് എന്തൊക്കെയാണോ നിങ്ങളുടെ TTC ആ ഒരു ജേർണിയിലുണ്ടായിരുന്നത്, ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയത്, അതെല്ലാം മനസ്സിലാക്കി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കുഞ്ഞു കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്, ആ കുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ നല്ല രീതിയിൽ ഡെമോ പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം. തേർഡ് വരുന്നത്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, ചാലഞ്ച് ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ, അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതായിരിക്കും നിങ്ങൾക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അതെങ്ങനെയായിരിക്കും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ എങ്ങനെ നമുക്ക് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ സൈഡും കൂടെ കേട്ടതിന് ശേഷം പ്രോപ്പർലി നമുക്ക് മെർജ് ചെയ്ത് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും നോക്കുക. നമ്മൾ വെപ്രാളം പിടിച്ച് ബഹളം വെക്കാതെ അതിന് പകരം സമാധാനമായിട്ട് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ബെറ്റർ ആക്കി കുട്ടികളിൽ നിന്ന് തന്നെ ഒരു സൊല്യൂഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ളത് നോക്കുക. ഇനി അതർ കേസ് നമുക്ക് കുട്ടികൾക്ക് ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒബ്സർവേഷൻ നടക്കുക. ഓരോ കുട്ടിക്കും പ്രോപ്പറായിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഒബ്സർവേഷൻ കൊടുക്കുക, നിങ്ങളുടെ ഇത്രയും നാളത്തെ ലൈഫിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അത് ത്രൂ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വരുന്നതിനെ പ്രോപ്പറായിട്ട് കോൺസെപ്ഷ്യലൈസ് ചെയ്ത് കൃത്യമായിട്ട് അവരുമായിട്ട് കൺവേ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡു യു ഇവാലുവേറ്റ് ദെയർ ലേണിംഗ്? അവരുടെ ലേണിംഗ് എങ്ങനെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ ടീച്ചേഴ്സിനും യുണീക്ക് സ്റ്റൈൽ ഉണ്ടല്ലേ, യുണീക്ക് ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും യുണീക്ക് ഇൻഡിവിജ്വൽസ് ആണ്, അവർക്കും അവരുടേതായ ലേണിംഗ് സ്റ്റൈൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ലേണിംഗ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ലെസൺ പ്ലാൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് കൺവേ ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിമാർക്സ് എടുക്കുകയും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അടുത്തത് വരുന്നത്, നിങ്ങൾ പാരൻസുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ റാപ്പോർട്ട് എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ആ ഒരു സമയം നിങ്ങൾ പറയേണ്ടത്, നമ്മൾ ഓരോ കുട്ടികളുടെയും അമ്മയ്ക്കും അച്ഛനും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ ഓരോ പാരൻസിനും അവരുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ പാരൻസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എംപത്തറ്റിക് ആയിട്ടും അക്കൗണ്ടബിലിറ്റിയും വാലിഡേഷനും എല്ലാം കൂടെ ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. ആ പാരന്റൽ സർക്കംസ്റ്റൻസസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആ കുട്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കുട്ടികളുടെ പാരൻസുമായിട്ടും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റും നിങ്ങൾ സ്ട്രെസ് ഔട്ട് ചെയ്ത് പ്രിപ്പറേഷൻ സമയത്ത്, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സമയത്ത് റെഡിയാക്കി വയ്ക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് ഇഷ്യൂ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ചോദിക്കുക. സോ നിങ്ങളുടെ ലൈഫ് ലോങ് പാരൻറ്റിങ് ജേർണിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിങ്ങളൊരു പ്രോബ്ലം എങ്ങനെയാണ് പ്രോപ്പർലി സോൾവ് ചെയ്തത്, നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് കാണുന്ന പ്രൗഡായിട്ട് കാണുന്ന ആ ഒരു മൊമെൻ്റ് എന്താണെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അവർ ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളത്. വളരെ ബ്ലണ്ടായിട്ട് വളരെ ഒതൻറ്റിക് ആയിട്ട് ഇതിന് ആൻസർ ചെയ്യുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്ത് പുതിയ പുതിയ രീതിയിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അതായത് കുട്ടികൾ ഒരുപാട് ടാൻട്രംസ് അല്ലെങ്കിൽ ഒരുപാട് ബഹളം വെക്കുന്നത് നിങ്ങളുടെ വീക്ക്നെസ് ആണോ, അല്ലെങ്കിൽ പ്രോപ്പർലി ഇത് ചെയ്യാത്തത് എൻഗേജ് ചെയ്യാത്തത് നിങ്ങൾക്ക് പ്രശ്നമാണോ, അങ്ങനെ നിങ്ങളുടെ ട്രിഗർ പോയിന്റ് ഏതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അവരോട് പറയുക. അല്ല എനിക്ക് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ എന്ന് ഒരു കാരണവശാലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അതിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാമെന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കുട്ടികൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഓരോ കോൺസെപ്റ്റും ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള നിങ്ങളുടെ പ്രോപ്പർ നോളജ്, അതായത് ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചാനലൈസ് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മുടെ ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ നിങ്ങൾ ഡെമോ എടുത്ത സമയത്തും സെയിം സംഭവം ചൂസ് ചെയ്യുന്നതാണ്. ഓൺ സ്പോട്ട് ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ് തന്നിട്ട് അത് നിങ്ങൾ എങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുക, ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറയും. ഈ ഒരു സമയത്തൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ ലാസ്റ്റ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനുണ്ടോ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഈ ഒരു സമയത്ത് നോ എന്നൊന്നും പറയരുത്. പ്രോപ്പറായിട്ട് നിങ്ങളൊരു കാര്യം ചോദിക്കുക. ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ സ്ഥാപനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് നിങ്ങൾ മുന്നിൽ വെക്കുക. അത് നിങ്ങൾക്ക് അവിടുത്തെ വർക്ക് കൾച്ചർ എങ്ങനെയാണെന്നുള്ള ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സോ യു ക്യാൻ ഡിസൈഡ് വെദർ ടു ചൂസ് ഓർ നോട്ട്. ആ ഒരു വർക്ക് കൾച്ചർ നിങ്ങൾക്ക് സെറ്റ് ആവില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യാനും പ്രോപ്പർ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതിൽ വർക്കൗട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ക്വസ്റ്റൻ ഉണ്ട്. നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് TTC ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ, ഇത് പ്രോപ്പറാണോ, അപ്പം നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, നിങ്ങളുടെ എങ്ങനെയാണ് നമുക്ക് നിങ്ങളിൽ വിശ്വാസം വരിക എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർലി നിങ്ങൾ എന്താണ് പഠിച്ചതെന്നുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് കൺവേ ചെയ്യുക. നിങ്ങളുടെ മെത്തഡോളജീസിനെ പറ്റി നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, അപ്രോച്ചസിനെ പറ്റി എത്ര അറിയാം, ഇഫക്റ്റീവ് ടീച്ചിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, ലെസൺ പ്ലാൻ പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഡെമോ എടുക്കുന്ന സ്റ്റൈൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ടീച്ചറായി മാറിയെന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൺവേ ചെയ്യുക. അതായത് ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിന് പകരം ഒരു പ്രോപ്പറായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ത്രൂ പ്രോപ്പറായിട്ട് തന്നെയാണ് എൻ്റെ ഡിസിഷൻസ് എല്ലാം എടുത്തതും അതുപോലെ ഞാൻ പഠിച്ചതും എന്നുള്ളതും കൃത്യമായിട്ട് കൺവേ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ വർക്കാണ് നിങ്ങളുടെ മുമ്പിൽ സ്പീക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കില്ലാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഓൾവേസ് നമ്മൾ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുക. ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മുന്നിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും വലിയ പേഴ്സണാലിറ്റീസുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി, അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ. ആ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്കൊരു ബെറ്റർ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുക, വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. And that's how you prepare for an interview. So share this with your friends who are preparing for interviews. Good luck.